ഹലോ, പരിസ്ഥിതി ദിനക്യൂസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന ചോദ്യോത്തരങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ഭാഗം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകൾക്ക് പറയുന്ന പേര്. ഉത്തരം കാവുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനം ഉള്ള സംസ്ഥാനം ഏത്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? ഉത്തരം സുനിത നാരായണൻ. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ എത്രാമത്തെ ജൈവമണ്ഡലമാണ് അഗസ്ത്യമല? ഉത്തരം 10ാമത്തെ. സൈലന്റ് വാലി മഴക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നൃത്തം ചവിട്ടിയ നർത്തകി ആരാണ്? ഉത്തരം മൃണാളിനി സാരാഭായ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. 2020 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം? ഉത്തരം കൊളംബിയ. ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം W.G. റോസൻ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല? ഉത്തരം വയനാട്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം സെപ്റ്റംബർ 16. WWFൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. വേൾഡ് വൈഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്ത്? ഉത്തരം ഭീമൻ പാണ്ട. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഗ്ലാൻഡ്, സ്വിറ്റ്സർലൻഡ്. മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെ കാലം താമസിച്ച അമേരിക്കൻ യുവതി ആര്? ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? ഉത്തരം നിശബ്ദ വസന്തം. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഡെറാഡൂൺ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം. അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻറ്റർ ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം സുന്ദർലാൽ ബഹ്കുൺ. കേരളത്തിലെ കണ്ടൽ കാടുകളെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത്? ഉത്തരം ദി ചാരിറ്റബിൾ ബേഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഒറ്റ വിത്തുള്ള ഫലം? ഉത്തരം തേങ്ങ. ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ സംരക്ഷിത മൃഗം ഏത്? ഉത്തരം ആന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.